വയസ്സിലും സദസ്സിലും എല്ലായിടത്തുമായിരിക്കുന്ന എല്ലാവർക്കും, അവാർഡ് ജേതാക്കൾക്കും എല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബിസിനസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലെ ആശയങ്ങളും എൻ്റെ ജീവിതത്തെ ഉയർത്തിയതായ എല്ലാം കേട്ടുകൊണ്ട് സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കഥ അറിയണമെങ്കിൽ johnkuryakos@denkadedental.com അതടിച്ചാൽ വളരെ പച്ചയായ മലയാളത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല എങ്കിലും 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഒരിക്കലും എൻ്റെ 15 വയസ്സ് വരെ ഒരു സംരംഭനാകുക എന്നുള്ള സ്വപ്നം പോലും കണ്ട മനുഷ്യനല്ല. കൃത്യമായി പറഞ്ഞാൽ ഒരു മാനസിക രോഗിയുടെ 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ചൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും 7 വയസ്സിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് എൻ്റെ അമ്മ വീടുകൾ തോറും ഒരു കീറത്തുണി എടുത്തുകൊണ്ട് അമ്മയുടെ 7ാമത്തെ വയസ്സിൽ വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലും വിവാഹത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. നാട്ടിൽ ഭ്രാന്തൻ്റെ മകനെന്ന് വിളിക്കുമ്പോൾ നിരാശപ്പെട്ട് താഴേക്ക് മാത്രം നോക്കി നടന്ന് എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം, മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്, ജീവിക്കുന്നത്, യാതൊരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഞാൻ. SSLC കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കാൻ മാർഗമില്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജീവിതം എല്ലാം ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല. ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചതെങ്കിലും ദൈവമില്ലെന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഭ്രാന്ത് വരുന്നതുകൊണ്ട്. എന്നാൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാൻ പോകാനിടയായി. എൻ്റെ ജീവിതം ദൈവത്തിനായി വിട്ടുകൊടുക്കാനിടയായി. എൻ്റെ പിതാവിന് ഭ്രാന്ത് ബാധിച്ച് കുറേ പേര് കൂടി പിടിച്ച് കയ്യും കാലുമെല്ലാം കെട്ടി തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ട് ചികിത്സിച്ച കാലങ്ങൾ അന്ന് ഒരു നേരത്തെ ആഹാരത്തിന് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അമ്മ ഉച്ചവരെ കൂലിപ്പണി കഴിഞ്ഞ് ആ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളുമെല്ലാം ഒരു മൺചട്ടിയിലാക്കി കൊണ്ടുവരുന്ന കഴിക്കാൻ ഞാൻ കൊതിയോടെ ഇരുന്നിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് അമ്മ സുവിശേഷ പ്രസംഗം കേൾക്കാൻ പോയ സമയത്ത് ആ കാലങ്ങളിലെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്, പള്ളികളും അമ്പലങ്ങളും എല്ലാം കയറി ഇറങ്ങി നടന്നു. എൻ്റെ പിതാവിൻ്റെ ഭ്രാന്ത് മാറാൻ വീട്ടിൽ വെച്ച് മന്ത്രവാദം വരെ ചെയ്തിട്ടുണ്ട്. അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്, ഭ്രാന്ത് മാറിയില്ല. എന്നാൽ എൻ്റെ അമ്മ തന്നെത്താനിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ പിതാവിൻ്റെ രോഗം, ഒരു ദിവസം 12 ഉറക്കഗുളിക കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവിൻ്റെ രോഗം എന്നേക്കുമായി മാറ്റി. അതോടുകൂടി ഞാനൊരു വിശ്വാസിയായി മാറി. എൻ്റെ പിതാവിനോട് പറഞ്ഞു, എടാ പഠിപ്പിക്കാൻ വിടാൻ മാർഗ്ഗമില്ല, റബ്ബർ വെട്ട് പഠിച്ചോളാം. 15ാമത്തെ വയസ്സിൽ റബ്ബർ വെട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചു. അന്ന് കൂടെ പഠിക്കുന്നവരെല്ലാം കോളേജിൽ പോകുന്ന കാണുമ്പോൾ ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിലൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിക്കുന്ന പാത്രം കഴുകിക്കുക, ഇതെല്ലാമായിരുന്നു എൻ്റെ ജോലി. എന്നാൽ അവിടെ നിന്ന കാലത്ത് എൻ്റെ ജീവിതത്തിലൊരു സ്വപ്നം കിട്ടി. ദൈവം തന്നതാണെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. സ്വന്തമായിട്ടൊരു ഡെൻ്റൽ ലാബ് തുടങ്ങണം. ആ കാലത്ത് ആകെ ഇന്ത്യയിൽ 2 ഡെൻ്റൽ ലാബേ ഉള്ളൂ. അവിടെ ചെയ്തുകൊണ്ടിരുന്ന പല്ലുകളൊന്നും പേഷ്യൻ്റെ വായിൽ ഫിറ്റാകില്ല. അങ്ങനെ ആ സ്വപ്നം കണ്ടു എന്നുള്ളത് കൊണ്ട് ദൈവം ഇങ്ങനെ നൂലയിലൊന്നും കെട്ടിയിറക്കിക്കൊണ്ട് തരുമല്ലോ ആർക്കും. രാപകമില്ലാതെ അധ്വാനിക്കാൻ ആരംഭിച്ചു. ചുരുക്കി പറഞ്ഞു നിർത്താം, 6 വർഷം 2-3 മണിക്കൂറുകൾ മാത്രം ഉറങ്ങിയ കാലങ്ങളുണ്ട്. 88-ൽ 20 ലക്ഷം രൂപ മുടക്കി 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലോൺ എടുത്തു. 6 വർഷം കഠിനാധ്വാനം ചെയ്ത് ഏതാണ്ട് 5 ലക്ഷം രൂപയോളം സമ്പാദിച്ചു. അങ്ങനെ കേവലം 290 സ്ക്വയർ ഫീറ്റിൽ 6 ജോലിക്കാരെ വെച്ച് ഡെൻകെയർ തുടങ്ങി. പിന്നെ അഭൂതപൂർവമായ വളർച്ചയായിരുന്നു. 38 വർഷത്തിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് അന്ന് കേവലം 250 രൂപ മാസ ശമ്പളത്തിന് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ വന്നെങ്കിൽ ഇന്ന് ഒരു മാസം ശമ്പളം കൊടുക്കാൻ ഞങ്ങൾക്ക് 12 കോടിയിലേറെ രൂപ വേണം. അന്ന് കേവലം 6 ജോലിക്കാർ വെച്ച് സ്ഥാപനം തുടങ്ങിയെങ്കിൽ ഇന്ന് 4390 പേര് ജോലിക്കാരുണ്ട്. അന്ന് കേരളത്തിൽ മാത്രം വ്യവസായം തുടങ്ങിയെങ്കിൽ
ഇന്ന് 8 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. മാത്രമല്ല UK-ലും USA-ലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UAE-ലും എല്ലാം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. തീർന്നില്ല, 27 കൺട്രീസിലേക്ക് ഞങ്ങൾ വിവിധ തരം പല്ലുകൾ 2 പ്രോഡക്റ്റ്സ് ആയിട്ടാണ് തുടങ്ങിയത്. 450 പ്രോഡക്റ്റ്സ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം അത്ഭുതകരമായൊരു വളർച്ചയായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് സാധിച്ചെടുക്കാനിടയായി. തീർച്ചയായിട്ടും എന്നെ ഇങ്ങനെ ഒരു അവാർഡിന് തിരഞ്ഞെടുത്ത ഏഷ്യാനെറ്റിനോട് അഥവാ ACVയോട് തീർച്ചയായിട്ടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. എല്ലാം ഞാൻ അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ അവാർഡ് ജേതാക്കളായുള്ള ആളുകളും അതുപോലെ തന്നെ അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. മാത്രമല്ല ഇത്രയും ഒരു വലിയ സമൂഹമല്ലല്ലോ, എല്ലാവരെയും ഞാൻ ഡെൻകെയർ കാണാനായി മൂവാറ്റുപുഴയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്.